തിരുവനന്തപുരം കുമാരപുരത്ത് CNG ഗ്യാസ് പൈപ്പ് ലൈനിൽ ചോർച്ച താൽക്കാലികമായി അടച്ചു. റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കിടെയാണ് ചോർച്ചയുണ്ടായത്. അമൽ തെനമ്പറമ്പിൽ ചേരുന്നുണ്ട്. അമൽ, അവിടെ റോഡ് പണി നടക്കുന്ന സ്ഥലങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ അവിടെ ഏത് ഭാഗത്താണ് ഈ ചോർച്ച ഉണ്ടായിരിക്കുന്നത്? പരിഹരിക്കപ്പെട്ട മറ്റ് ആശങ്കകൾക്കൊന്നും വകയില്ലല്ലോ? പ്രജീഷ, കുമാരപുരത്തു നിന്നും കിംസിലേക്ക് പോകുന്ന വഴിയിലാണ് ഇപ്പോൾ CNG ഗ്യാസ് പൈപ്പ് ലൈനിൽ ചോർച്ച ഉണ്ടായിരിക്കുന്നത്. ആ ചോർച്ച ഉള്ള പൈപ്പ് തകരാർ സംഭവിച്ച സ്ഥലം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാനാവുന്നുണ്ട്. അത് അടച്ചിട്ടില്ല. പക്ഷേ ഈ പൈപ്പ് ലൈനിലേക്കുള്ള ഗ്യാസിൻ്റെ വരവ് താൽക്കാലികമായി നിർത്തിയിട്ടുണ്ട്. ഇതിൻ്റെ മെയിൻ പൈപ്പ് ഓഫ് ചെയ്താണ് അത് നിർത്തിയത്. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത് നാട്ടുകാരടക്കം പ്രതിഷേധത്തിലാണ്. ഇത് റോഡിൻ്റെ നിരപ്പിൽ ഏകദേശം 1 മീറ്റർ പോലും ആഴമില്ലാതെയാണ് ഈ പൈപ്പ് കുഴിച്ചിട്ട് ഗ്യാസ് വിതരണം നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഒരു പ്രശ്നം. ഇതിന് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു വരികയായിരുന്നു. അങ്ങനെ JCB ഉപയോഗിച്ച് പ്രവർത്തനങ്ങൾ നടക്കുന്നതിനിടെയാണ് ഇതിൽ ചോർച്ചയുണ്ടായത്. ഇതിപ്പോൾ ഇതിൻ്റെ ആഴം തന്നെ പ്രശ്നമാണല്ലേ? നാട്ടുകാർക്ക് പ്രതികരിക്കുന്ന അത്തരത്തിലാണ്. ഇത് 1.5 മീറ്റർ താഴ്ത്തിയാണ് ഈ ലൈൻ പോകേണ്ടത്. ഇപ്പോൾ 1/2 മീറ്റർ പോലും അത് താഴ്ത്തിയിട്ടില്ല. ഇത് ഈ തുടക്കം ഇവിടെ ഇങ്ങനെ സംഭവിച്ചെങ്കിലും ഇവിടെ നിന്ന് മൊത്തം ലൈനും അങ്ങ് അറ്റം വരെ പോകേണ്ടതാണ്. ഇതൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഇത് സ്മാർട്ട് സിറ്റി പദ്ധതി പ്രകാരമാണ് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ചെയ്തിരിക്കുന്നെങ്കിലും ഇത് ഒരു കാര്യം, ഇത് കൊടുത്ത ഏജൻസി തിങ്സ് ഗ്യാസ് എന്ന് പറയുന്ന ഏജൻസി കൊടുത്തിട്ടുണ്ട്. ഏജൻസിക്ക് റോഡ് കൊടുത്തെങ്കിൽ ഈ വർക്കുമായി ബന്ധപ്പെട്ട് ഒരു ഉദ്യോഗസ്ഥരും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. അതാണ് ഇത്രയും ഗൗരവകരമായി. ഇത് വലിയ വിഷയമാണ്. അതായത് ഇവിടെ ജീവൻ ഭീഷണി വരുന്നൊരു വിഷയമാണ്. ആളപായമില്ലാത്തത് ദൈവഭാഗ്യം കൊണ്ട് മാത്രമാണ് ഇങ്ങനെ സംഭവം. അത് വലിയ വിഷയം. ഇത്രയും ഇവിടെ തന്നെ ഇപ്പം ഗ്യാസ് ഓഫ് ചെയ്തുകൊണ്ട് മാത്രമാണ് നമുക്കിവിടെ നിൽക്കാൻ കഴിഞ്ഞത്. നേരത്തെ നിന്നപ്പോൾ നമുക്ക് ഈ ദേഹത്ത് തന്നെ ഒരു ചൂട്, അതായത് ഒരു നീറ്റ് അനുഭവം ഒരു സ്ഥിതിയായിരുന്നു ഇവിടെ ഇത്ര നേരം ഉണ്ടായിരുന്നത്. അതാണ് നാട്ടുകാരുടെ പ്രതികരണം. അങ്ങനെയാണ്. ഇത് കുറേ അധികം സമയം ഈ പ്രതിസന്ധി ഇങ്ങനെ നിന്നു. അതിനുശേഷമാണ് ഇതിൻ്റെ മെയിൻ പൈപ്പ് ലൈൻ അടച്ചത്. ഇപ്പോഴും അതിലെ പൊട്ടൽ അവിടെ കാണുന്നുണ്ട്. വി മുരളീധരൻ കൂടി ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇത് കുറേ അധികം സമയം ഇങ്ങനെ കിടന്നു. അതിനുശേഷമാണ് അടയ്ക്കാൻ പറ്റിയത്. കുഴിച്ചിട്ടിരിക്കുന്നതാണെങ്കിൽ റോഡ് നിരപ്പിലാണ്. അധികം ആഴം പോലുമില്ല. ആളുകൾക്കൊക്കെ വലിയ ആശങ്കയുണ്ട്. അല്ല, ഇതിൽ ആശങ്കക്ക് വലിയ കാര്യമൊന്നുമില്ല. കാരണം ഇത് പ്രകൃതിവാതകമായതുകൊണ്ട് നാച്ചുറൽ ഗ്യാസ് അത് നേരെ അന്തരീക്ഷത്തിലേക്ക് പോകും. അതാണ്. അതായത് LPG പോലെ താഴോട്ടേക്ക് വന്ന് കത്തുന്ന ഒരു വാതകമല്ലേ. പക്ഷെ അതിൻ്റെ ശ്വസിക്കുന്നത് കൊണ്ടുണ്ടാവുന്ന തൽക്കാലത്തേക്ക് ആ പ്രദേശത്തൊക്കെയുള്ള ഒരു ഇതുണ്ടാവും. പക്ഷെ അതിനേക്കാൾ കൂടുതൽ ഈ മാനദണ്ഡങ്ങൾ പാലിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ് പരിശോധിക്കപ്പെടുന്നത്. റോഡ് നിരപ്പിലാണ് ശരിക്കും പറഞ്ഞാൽ കിടക്കുന്നത്. ഒരു 1/2 മീറ്റർ പോലും ആഴം ഈ ഭാഗങ്ങളിലൊന്നും കാണുന്നു. 1 മീറ്റർ ആഴത്തിലായിരിക്കണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വിശദമായിട്ട് അതിനെക്കുറിച്ച് അന്വേഷണം നടത്തേണ്ടി വരും. തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ എവിടെയാണ് ഈ കാര്യത്തിൽ വീഴ്ചയുണ്ടായിട്ടുള്ളത് എന്ന് കണ്ടെത്തി അത്തരത്തിലുള്ള വീഴ്ച ആവർത്തിക്കാതിരിക്കാൻ പ്രത്യേകമായിട്ടുള്ള നടപടികൾ എടുക്കാൻ സർക്കാരിനോട് ആവശ്യം. ഇതിപ്പോ പൂർണ്ണമായിട്ടും എവിടെയൊക്കെ തടസ്സപ്പെട്ടിട്ടുണ്ട് ഗ്യാസ് വിതരണം എന്ന് അറിയുന്നത്? 500ഓളം വീടുകൾക്ക് ഇത് കാരണം ഇപ്പോൾ തടസ്സപ്പെട്ടിട്ടില്ല എന്നാണ് ഇതിൻ്റെ തിങ് ഗ്യാസിൻ്റെ ആൾക്കാർ പറഞ്ഞത്. ഇപ്പോൾ തടസ്സപ്പെട്ടിട്ടില്ല. പക്ഷേ കുറേ നേരം അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഒരു 500ഓളം വീടുകൾക്ക് ഈ സപ്ലൈ തടസ്സപ്പെടും. ഇനി ഏത് സമയം കൊണ്ട് പൂർണ്ണമായിട്ടും പരിഹരിക്കാൻ പറ്റുമെന്ന് അവർ പറയുന്നത്? അന്വേഷിക്കണം. അതാണ്. ഇതിപ്പോൾ കത്തിപ്പടരുന്ന പ്രശ്നമില്ല എങ്കിൽ പോലും ശ്വസിക്കുന്നതടക്കമുള്ള പ്രശ്നങ്ങൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഗ്യാസ് ചോർന്ന സമയത്ത് ഇവിടെ നിൽക്കാൻ കഴിയുന്നൊരവസ്ഥ ഉണ്ടായിരുന്നില്ല എന്ന് ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ പറയുന്നു. ആ പൈപ്പിലെ പൊട്ടൽ നമുക്കിപ്പോഴും കാണാൻ കഴിയുന്നുണ്ട്. പൈപ്പിൽ പൊട്ടിയ ഭാഗം ഇതുവരെയും അടച്ചിട്ടില്ല. അതിനാൽ ഇതിൻ്റെ മെയിൻ പൈപ്പ് ലൈൻ അടച്ചുകൊണ്ടാണ് ഇവിടേക്കുള്ള ഈ JCB അത് കൈകാര്യം ചെയ്ത് ഇപ്പോൾ നിർമ്മാണ പ്രവർത്തനം നടത്തുന്ന ആളുകൾക്ക് കൂടി ഒരു ശ്രദ്ധ ഉണ്ടായില്ല എന്നാണോ? മറ്റേത് പരിശോധിക്കപ്പെടേണ്ട വിഷയമാണ് ഇതിൻ്റെ ആഴം സംബന്ധിച്ച്. ഇവിടെ നിർമ്മാണ പ്രവർത്തനം നടത്തി മറ്റൊരു പൈപ്പ് ഇടുന്ന ഈ ജോലി നടക്കുകയായിരുന്നു. അതിനിടയിലാണ് ഈ പൈപ്പ് പൊട്ടുന്നത്, CNGയുടെ പൈപ്പ് പൊട്ടുന്നത്. ഇത് പൊട്ടുമ്പോൾ പ്രധാനമായും കാണേണ്ടത് ഇത് റോഡ് നിരപ്പിൽ നിന്നും ഏകദേശം 1 മീറ്ററെങ്കിലും ആഴത്തിൽ കുഴിച്ചിടണം എന്നുള്ളതാണ് മാനദണ്ഡം. പക്ഷേ ഇത് ഇട്ടിരിക്കുന്നത് വളരെ കുറച്ച് ആഴത്തിൽ മാത്രമാണ്. ഉയർന്നാണ് ഈ പൈപ്പ് കിടക്കുന്നത്. അതിനാൽ JCBയുടെ പ്രവർത്തനം തുടങ്ങിയപ്പോൾ തന്നെ, ഈ മണ്ണ് മാറ്റുന്ന പ്രവർത്തനം തുടങ്ങിയപ്പോൾ തന്നെ പൈപ്പിൽ പൊട്ടൽ വീഴുകയായിരുന്നു. പൈപ്പിൽ പൊട്ടൽ വീണ് ഇവിടെ ഗ്യാസ് ആകെ
പരന്ന ശേഷം ആ വിവരം ഫയർഫോഴ്സിനെയും മറ്റുമൊക്കെ വിളിച്ചറിയിക്കുകയും ഈ തിങ്ക് ഗ്യാസ് എന്ന് പറയുന്ന ഏജൻസിയെ വിളിച്ചറിയിക്കുകയും ചെയ്തതിനു ശേഷമാണ് ഈ പ്രധാന പൈപ്പ് ലൈനിൽ നിന്നുള്ള വിതരണം താൽക്കാലികമായി അവസാനിപ്പിച്ചത്. അതിപ്പോൾ അത് അവസാനിച്ചതിന് കിടക്കുകയാണ്. ഇപ്പോൾ എന്തായാലും ഈ പൈപ്പ് മാറ്റി പുതിയ പൈപ്പ് ഇടേണ്ടതുണ്ട്. ആ പൈപ്പ് ഇട്ടതിന് ശേഷം മാത്രമേ ഈ കുമാരപുരത്ത് നിന്നും കിംസിലേക്ക് പോകുന്ന വഴിയിലുള്ള വീടുകളിലേക്കുള്ള ഗ്യാസ് വിതരണം അതിന്റെ പൈപ്പ് ലൈനിലൂടെയുള്ള ഗ്യാസ് വിതരണം അത് ബ്ലോക്ക് ചെയ്തായിരുന്നു. അതുകൊണ്ട് ഏറെ ദൂരം ഇത് സ്പ്രെഡ് ചെയ്തിട്ടില്ല എന്നൊക്കെ ഉറപ്പാക്കാൻ കഴിഞ്ഞു. അങ്ങനെയുള്ള പരിശോധനകളൊക്കെ നടത്തിയോ? ആ സമയത്ത് അധികം കാലതാമസം ഉണ്ടായില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. തിങ്ക് ഗ്യാസ് എന്ന് പറയുന്ന ഒരു ഏജൻസിയാണ് ഇതിൻ്റെ വിതരണം നടത്തുന്നത്. അവരുടെ ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അവർ പക്ഷേ പ്രതികരണത്തിന് തയ്യാറാകുന്നില്ല. അവർ എത്തി ആ സമയം തന്നെ ഇതിൻ്റെ പ്രധാന പൈപ്പ് ലൈൻ അടച്ചിരുന്നു. പക്ഷേ കുറച്ച് സമയമാണ് എങ്കിൽ കൂടി ഈ ഗ്യാസ് ഈ പ്രദേശം മുഴുവൻ പരന്നു എന്നുള്ളതാണ് ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ പറയുന്നത്. അതിനുശേഷം ഇത് അടയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രതിസന്ധി എന്ന് പറയുന്നത് ഇനി ഇതിൻ്റെ പൈപ്പ് മാറ്റിയിട്ട് പുതിയ പൈപ്പ് സ്ഥാപിച്ചില്ല എങ്കിൽ ഏകദേശം 500ഓളം വരുന്ന കുടുംബങ്ങളുണ്ട്. 500ഓളം വരുന്ന വീടുകളിലേക്ക് ഗ്യാസിന്റെ വിതരണം തടസ്സപ്പെടുന്ന അവസ്ഥയുണ്ടാകും. വി മുരളീധരൻ അടക്കമുള്ള ആളുകൾ ഇവിടെ എത്തി ഈ തിങ്ക് ഗ്യാസിന്റെ ആളുകളുമായി ചർച്ച നടത്തിയിരുന്നു. അവരുമായി ചർച്ച നടത്തി ഈ പ്രശ്നം അധികം വൈകാതെ പരിഹരിക്കും എന്നുള്ള കാര്യമാണ് അവർ പറയുന്നത്. അമൽ തേനമ്പറമ്പിലാണ് ആ സ്പോട്ടിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ച്. തിരുവനന്തപുരം കുമാരപുരത്താണ് CNG ഗ്യാസ് പൈപ്പ് ലൈനിൽ ചോർച്ച ഉണ്ടായത്. അവിടെ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു വരുന്ന സമയത്താണ് JCB ഉപയോഗിച്ച് മണ്ണ് മാന്തുന്ന സമയത്താണ് ഈ പൈപ്പിൽ ചോർച്ചയുണ്ടായത്.